ഒരിക്കലും തന്നെ ജോലിയെടുത്ത് തിരിച്ചു വന്ന് നമ്മൾ ളുഹർ ഖളാക്കുന്നവരായി പോകാൻ പാടില്ല, അസ്ർ ഖളാക്കുന്നവരായി പോകാൻ പാടില്ല, ഇശാ ഖളാക്കുന്നവരും മഗ്രിബ് ഖളാക്കുന്നവരും സുബ്ഹി ഖളാക്കുന്നവരുമാകാൻ പാടില്ല. വൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധയുള്ള നിസ്കാരക്കാർ അവർക്കാണ് നാശം എന്നല്ലേ ഖുർആൻ പറയുന്നത്. അവർക്കാണ് നരകത്തിലുള്ള ഒരു വലിയ താഴ്വര എന്നല്ലേ പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കയറി ചെല്ലുമ്പോൾ സുജൂദിൽ കിടന്ന് പൊട്ടി കരയുന്നത് കണ്ടു. അതിനെ സംബന്ധിച്ച് പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, അതാ അലിയേ, എനിക്ക് ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയിരിക്കുന്നു, ആ ആയത്ത് കിട്ടിയപ്പോൾ ഞാൻ കരച്ചിലാണ്. എന്തേ? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൂന ഗയ്യാ. നല്ല മനുഷ്യന്മാരൊക്കെ ജീവിച്ചതിന് ശേഷം ഭൂമി ലോകത്ത് പ്രതിനിധാനം ചെയ്യുന്ന ചിലരുണ്ട്. അവരുടെ സ്വഭാവം എന്താണ്? അവര് നിസ്കാരം ഖളാക്കുന്നവരാണ്. അതേ, വത്തബഉ ശഹവാത്ത്, തടീച്ചക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവരാണ്. നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പഴയ കാലത്തൊക്കെ സ്ത്രീകൾ എത്ര മറവിലാണ് ജീവിച്ചത്, എത്ര അദബിലാണ് ജീവിച്ചത്. ഇപ്പോഴോ അന്യപുരുഷന്മാരുടെ കൂടെ കല്യാണ വീടുകളിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പലർക്കും മടിയില്ല. അന്യപുരുഷന്മാരെ കൂടെ ഇടകലർന്നുകൊണ്ട് രാവിലെ തന്നെ കളിക്കാൻ പോകുന്നതിന് പല സ്ത്രീകൾക്കും മടിയില്ല. അന്യപുരുഷന്മാരുടെ കൂടെ കലർന്നും തൊട്ടുപുതിരുമ്മിയും അതേ തൊട്ടുപോകുന്നതിനോ കണ്ടുപോകുന്നതിനോ ഒന്നും ഒരു മടിയുമില്ല. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ കിടക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോ, സിൻഫാനി മിൻ അഹ്ലിൻ നാരി ലം അറഹുമാ ഖൗമും മഅഹും സിയാത്തുൻ കാദിനാബിൽ ബഖരി യദ്രിബൂന ബിഹന്നാസ് വനിസാഉൻ കാസിയാത്തുൻ നാരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കാസിനിമത്തിൽ ബുഖ്തിൽ മായിലാ. നബി തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ കാലത്തില്ലാത്ത ചില സ്ത്രീകള് പിൽക്കാലത്ത് വരുന്ന ചില സ്ത്രീകളുണ്ട്. എന്റെ കാലത്ത് അവരില്ല, അവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പിൽക്കാലത്ത് അവരിവിടെ വരും. അവരെ സ്വഭാവം എന്താണ്? നിസാഉൻ കാസിയാത്തുൻ നാരിയാത്ത്. അവര് പേരിന് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ധരിക്കാത്ത ഫലമാണ്. ഇപ്പോൾ പല പെൺകുട്ടികളും പുറത്തിറങ്ങുന്നത് എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, കണ്ണാടിയിൽ കാണുന്നതിനേക്കാൾ, അതേ ഗ്ലാസിന്റെ ഉള്ളിലൂടെ കാണുന്നതിനേക്കാൾ വളരെ നന്നായി മാറ് കാണാൻ പറ്റുന്ന, തലമുടി കാണാൻ പറ്റുന്ന, ശരീരത്തിന്റെ കൊഴുപ്പ് കാണാൻ പറ്റുന്ന വിധത്തിലുള്ള അതേ വെറും ഗ്ലാസ് പൂവിനേക്കാൾ ലോലമായ ഉള്ളു കാണാൻ കഴിയുന്ന വസ്ത്രവും ധരിച്ചല്ലേ. ഇതുപോലെ ശരീരത്തിന്റെ പുഷ്ടി എടുത്ത് കാണിക്കുന്ന അതേ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടല്ലേ. നബിതങ്ങൾ നേരത്തെ തന്നെ പറയുകയാണ്, വസ്ത്രം പേരിന് ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആരിയാത്ത് ധരിക്കാത്തവരുടെ അതേ ഫലത്തിലാണ്. ആ സ്ത്രീകൾ അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്നവർ, അന്യപുരുഷന്മാർക്ക് ചാറ്റ് ചെയ്യുന്നവർ, അന്യപുരുഷന്മാരുമായി സംസാരിക്കുന്നവർ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭർത്താക്കന്മാരുള്ള ചില ആളുകളും അതേ ഭർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നവരും, അതുപോലെ എത്രയെത്ര ആളുകൾ അന്യപുരുഷന്മാരെ ആകർഷിപ്പിച്ച് സംസാരിക്കുന്നവർ, അന്യപുരുഷന്മാരിലേക്ക് ആകൃഷ്ടരാകുന്ന സ്വഭാവവും ശൈലിയും വേഷവുമുള്ളവർ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അതേ ലാ യദ്ഖുൽനൽ ജന്ന, ആ സ്ത്രീകൾ സ്വർഗത്ത് കടക്കൂല. അതേ വലാ യജിദ്ന റീഹഹാ, സ്വർഗത്തിന്റെ മണം പോലും അവരെത്തിക്കൂല. വൈന്ന റീഹഹാ ലതൂജദു മിൻ
മസീറതി കദാ വ കദാ, എത്രയോ നാഴിക അകലെ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും ആ അന്യപുരുഷന്മാരെ ആകർഷിപ്പിച്ചും ഇടകലർന്നും തൊട്ടും തുരുമ്മിയും കണ്ടും അതുപോലെ തന്നെ അവരെ ആകർഷിപ്പിച്ചും നടക്കുന്ന പെണ്ണ് കാണൂല, സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല. അല്ലാഹുവിന്റെ ഖുർആന് പറയാണ്, അതേ പിൽക്കാലത്ത് വരുന്നൊരു ടീമുണ്ട്, നിസ്കാരം പാഴാക്കുന്നവരാണ്, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരാണ്, ഖളാക്കുന്നവരാണ്. നിസ്കാരം കൈയൊഴിക്കുന്നത് മഹാ തെറ്റ്, നിസ്കാരം ഖളാക്കുന്നതും വലിയ തെറ്റ്. അതുകൊണ്ട് തന്നെ കൃത്യമായി നിസ്കരിക്കണമെന്ന് ഞാൻ ഈ സമയത്തിന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും വളരെ വിനയപൂർവം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മളെന്തിനാണ് വഅദ് പറയുന്നത്? നമ്മളെന്തിനാണ് വഅദ് സംഘടിപ്പിക്കുന്നത്? നമ്മളെന്തിനാണ് സംഘടനാ പ്രവർത്തനം നടത്തുന്നത്? നമ്മളെന്തിനാണ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത്? നമുക്ക് സ്വർഗത്തിലെത്താനല്ലേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ. ആ സ്വർഗം ലഭിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നിസ്കാരം അത് മുറക്ക് നിർവഹിച്ചേ പറ്റൂ. ഘോരമായ യുദ്ധം, തിങ്ങിവെട്ടുന്ന യുദ്ധം, ശത്രുക്കൾ വാളും പിടിച്ച് അവർ മുന്നോട്ടേക്ക് കുതിച്ചു വരുന്ന സമയം, നിസ്കാരത്തിന്റെ സമയമായ ജമാഅത്തായി നിസ്കരിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ 2 ബേച്ചാക്കിയിട്ട് ഓ നബിയെ തങ്ങൾ ഇമാമത്ത് നിന്ന് ഒരു ബേച്ച് തങ്ങളെ കൂടെ നിസ്കരിക്കുമ്പോൾ മറ്റൊരു ബേച്ച് ശത്രുക്കളെ നേരിടാൻ നിൽക്കണം. അവർ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞുപോയി രണ്ടാമത് മറ്റേ ബേച്ച് വരണം. എന്നിട്ട് തങ്ങളെ കൂടെ നിസ്കാരം അവർ പൂർത്തീകരിക്കണം. ഈ രൂപത്തിൽ ജമാഅത്ത് പരിഗണിക്കാൻ പുരുഷന്മാർക്ക് വേണ്ടി അല്ലാഹു തആല ഖുർആനിൽ നിർദ്ദേശിച്ചു. ജമാഅത്ത് വലിയ ഗൗരവമുള്ള സംഗതിയാ. വെറുതെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ച് അയാൾക്ക് ശമ്പളം കൊടുക്കാനുള്ള പരിപാടിയല്ലത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങളെ ഭർത്താക്കന്മാരെ ജമാഅത്തിന് പള്ളിയിലെത്തിക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനാൽ നിങ്ങൾ റസൂലുള്ള പറഞ്ഞ പോലെ ചെയ്താൽ മതി, മൗലവി പറയും പോലെ ചെയ്യണ്ട. അല്ലാഹുവിന്റെ റസൂലാണ് സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ്, മൗലവിയല്ല. ഓ സുഹൃത്തുക്കളെ, അപ്പോൾ പുരുഷന്മാർ കഴിയുന്നതും പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം എത്ര ഇരട്ടിയാണ്. ആ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കണം. നിസ്കാരം ഒരു നിലക്കും ഖളാ ആയി പോകരുത്. സ്ത്രീകൾക്കും ഖളാ ആകരുത്, പുരുഷന്മാർക്കും ഖളാ ആകരുത്. കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം നിർവഹിക്കാത്തവർ നരകത്തിൽ പെടും. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, നിങ്ങൾ മാ സലക്കക്കും ഫീ സഖർ, സഖറാകുന്ന നരകത്തിൽ നിങ്ങൾ കടന്നത് എന്തേ എന്ന് നരകവാസികളോട് ചോദിക്കുമ്പോൾ അവരെ മറുപടി തന്നെ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ പെട്ടിരുന്നില്ല. അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കണം. യുദ്ധം തിങ്ങിവെട്ടുന്ന സമയത്ത് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവിടെയും നിസ്കാരം പിന്തിച്ചുകൂടാ. ഖുർആൻ പറയുന്നു, ഫരിജാലൻ ഔ റുക്ബാനൻ, നിങ്ങൾ വാഹനത്തിലോ നടന്നിട്ടോ, നിങ്ങൾ ചാടിയിട്ടോ ഇരുന്നിട്ടോ ഒഴിഞ്ഞിട്ടോ ശത്രുക്കളുമായി പോരാടുന്ന സമയത്ത് നിങ്ങൾ നിസ്കാരം നിർവഹിക്കണേ. ആ ചാട്ടത്തിൽ നിസ്കരിക്കണം, ഓട്ടത്തിൽ നിസ്കരിക്കണം. നിസ്കാരം ഖളാക്കാൻ പറ്റില്ല. അത്ര ഗൗരവമുള്ള ഇബാദത്താണ് നിസ്കാരം. അത് കൃത്യമായി നിസ്കരിക്കണം. അല്ലാഹു നമ്മളെ പഠിച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിന് കൃത്യമായി അവനെ അറിഞ്ഞ് ഇബാദത്ത് എടുക്കാനാണ്. നോമ്പെടുക്കണം, സകാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം. അതുപോലെ ദീനിന്റെ ശിആറുകൾ നിലനിർത്തണം.
അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അധ്വാനിക്കണം, ദീനിനു വേണ്ടി ചെലവഴിക്കണം. വജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം. ഖുർആൻ പല സ്ഥലത്തും പറയുന്ന ഒരു പ്രയോഗമാണ്. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അധ്വാനിച്ചവർ, അവർക്കാണ് സ്വർഗം. അപ്പൊ നമ്മൾ അല്ലാഹു തആല തന്ന സമ്പത്തിൽ നിന്ന് കഴിവിന്റെ പരമാവധി നല്ല നിയ്യത്തോടുകൂടി സകാത്ത് കൊടുക്കേണ്ടവർ കൃത്യമായി അത് കൊടുക്കണം, അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അതേതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ കമ്മിറ്റീനെ ഏൽപ്പിച്ചാൽ പോരാ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുജാഹിദിന്റെ കമ്മിറ്റീനെ ഏൽപ്പിച്ചാൽ പോരാ. അവർക്ക് ദീനില്ല, അവർക്ക് വിശ്വാസവുമില്ല, കർമ്മവുമില്ല, അവർക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല. അവർ തോന്നിവാസം നിയമങ്ങൾ സ്വന്തത്തിൽ തന്നെ ഉണ്ടാക്കുന്ന പുരോഹിതന്മാരാണ്. അവരെ സക്കാത്ത് ഏൽപ്പിച്ചാലൊന്നും സക്കാത്ത് മതിയാവുക. അതുകൊണ്ട് കൃത്യമായി സക്കാത്ത് കൊടുക്കണം. ഇരിക്കട്ടെ, അവർ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചു പോയി എന്ന് എഴുതി വെച്ചവരാ. അവർക്ക് ദീനിനോട് കൂറില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പഞ്ചാര വാക്ക് കേട്ടാൽ ചിലപ്പോ തോന്നും വല്ലാത്ത മതത്തോട് കൂറുള്ളവനാണ്, ദീനിനോട് കൂറുള്ളവനാണ് തോന്നും. അതൊക്കെ കാപ്പട്യമാണ്, ഒരു സംശയവുമില്ല. ചിലപ്പോ പറയെന്താണ് പറച്ചല്, ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു, ലെബനാനിൽ അങ്ങനെ ബോംബ് വീഴുന്നു, അതേപോലെ തന്നെ അപ്പുറത്ത് അങ്ങനെയാവുന്നു ഇങ്ങനെയാവുന്നു, കാശ്മീർ UP എന്നൊക്കെ ഇങ്ങനെ പറയൂ. കേട്ടാ തോന്നുന്നു ഇവന് അള്ളാഹിന്റെ ദീനിനോട് വലിയ കൂറിനായിട്ട് പറയാൻ. അങ്ങനെയാണെങ്കിൽ അവൻ എന്തിനാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് എഴുതി വെച്ചത്? അതുകൊണ്ട് കാശ്മീരിലെ പ്രശ്നവും UPയിലെ പ്രശ്നമൊക്കെ പരിഹരിക്കോ? അപ്പോ അവരുടെ ലക്ഷ്യമതല്ല. ബാഹ്യമായി അത്തരം കാര്യങ്ങൾ പറഞ്ഞ് മുസ്ലിം ചെറുപ്പക്കാരെ കൈവശപ്പെടുത്തി ഈമാനില്ലാതെയാക്കലാണ് ലക്ഷ്യം. എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലൊരു മനുഷ്യൻ തന്നെയായിരുന്നു എന്ന് പ്രബോധനം എഴുതി വെച്ചത്? അള്ളാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തിയിട്ട് വേണോ അള്ളാഹിന്റെ ദീൻ നിലനിർത്താൻ? എന്തിനാണ് അള്ളാഹു സിംഹാസനത്തിന്റെ മുകളിലാണ് ശേഷ് മുഹമ്മദ് കാരക്കുന്ന് എഴുതി വെച്ചത്? അള്ളാഹുവിനെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം വിശ്വസിച്ചിട്ട് ഇവിടെ ഈമാൻ ഉണ്ടാവുമോ? അപ്പൊ അവരുടെ ലക്ഷ്യം ഈമാനല്ല, അവരുടെ ലക്ഷ്യം സ്വർഗമല്ല, അവരുടെ ലക്ഷ്യം ആളെ പിടിക്കലാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. നമ്മൾ പൂർണ്ണമായും നമ്മുടെ മുൻഗാമികളായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, ഇമാമിങ്ങൾ പഠിപ്പിച്ച വഴിയിൽ, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച വഴിയിൽ, മമ്പർന്തങ്ങൾ പഠിപ്പിച്ച വഴിയിൽ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച വഴിയിൽ, ഇബ്നു ഹജർ തങ്ങൾ പഠിപ്പിച്ച വഴിയിൽ, ഇമാം നവവി, ഇമാം റാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച വഴിയിൽ, ഇമാം ഗസാലിയും ഇമാമുൽ ഹറമൈൻ തങ്ങളും പഠിപ്പിച്ച വഴിയിൽ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ച വഴിയിൽ, സ്വഹാബികൾ പഠിപ്പിച്ച വഴിയിൽ, ആ വഴിയാണ് സുന്നത്ത് ജമാഅത്ത്. അതിലുറച്ചു നിന്നുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുന്നവരാകണം, നോമ്പെടുക്കുന്നവരാകണം, സകാത്ത് കൊടുക്കുന്നവരാകണം, ഹജ്ജ് ചെയ്യുന്നവരാകണം. ഓരോന്നും അല്ലാഹു തആല കഴിവനുസരിച്ചാണ് കൽപ്പിച്ചത്. നിസ്കാരം എല്ലാവരോടും കൽപ്പിച്ചു, ഹജ്ജിന് കഴിയുന്നവരോട് കൽപ്പിച്ചു, സകാത്ത് അത് കൊടുക്കൽ നിർബന്ധമുള്ള തുകയുള്ളവരോട് കൽപ്പിച്ചു, അല്ലെങ്കിൽ ധനമുള്ളവരോട് കൽപ്പിച്ചു, നോമ്പെടുക്കാൻ കഴിയുന്നവരോട് നോമ്പ് കൽപ്പിച്ചു. ഒരാൾ വാർദ്ധക്യമായി ഒരു നിലക്കും നോമ്പെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അള്ളാഹു പറഞ്ഞു, അതേ ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ, അദ്ദേഹം അതിന് പകരം അരി കൊടുത്താൽ മതി. അള്ളാഹുവിന്റെ ദീനിൽ ആരെയും പ്രയാസപ്പെടുത്തൽ ഇല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു തആല വിഷമം ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ അത് മുറുകെ പിടിച്ച് അങ്ങനെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ ആ ദീനിന്റെ ശിആറുകൾ നിലനിൽക്കണം. പള്ളികൾ ഉണ്ടാകണം, മദ്രസകൾ ഉണ്ടാകണം. നമ്മുടെ കുട്ടികൾക്ക് ദീൻ പഠിക്കാനുള്ള മദ്രസകൾ അത് പരിപോഷിപ്പിക്കണം, ശക്തിപ്പെടുത്തണം. മദ്രസകൾ ഗീബത്ത് പറയുന്ന മദ്രസയല്ല വേണ്ടത്. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുട്ടികളോട് ചീത്ത പറഞ്ഞ് അങ്ങനെ ഗീബത്ത് പറയുന്നത് കേട്ടുകൊണ്ടല്ല നമ്മളെ മക്കൾ പഠിക്കേണ്ടത്. മറിച്ച് കുട്ടികൾ പഠിക്കേണ്ടത് ഈമാനും ഇസ്ലാമും ശരിയായ വഴിയിൽ പഠിക്കണം. അതാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസകൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ. ആ മദ്രസകളിൽ കുട്ടികളെ കൃത്യമായി നമ്മൾ പറഞ്ഞേക്കണം. സുഹൃത്തുക്കളെ, ഈ പ്രസംഗിക്കുന്ന ഞാൻ കാലകാലം പ്രസംഗിക്കൂല. ഞാനൊരു ദിവസം സ്റ്റേജിൽ നിന്നിറങ്ങും, എന്റെ പ്രസംഗം കഴിയും, ഞാൻ കാറിൽ നിന്നിറങ്ങും, എന്റെ വീട്ടിൽ നിന്നിറങ്ങും. ഞാൻ നിർമ്മിച്ചു വെച്ച വീട്ടിൽ മരണം വരെ ജീവിക്കാൻ എനിക്ക്
ഒരുപക്ഷെ കഴിഞ്ഞാലും മരണത്തോടുകൂടെ ഞാൻ ഇറങ്ങിപ്പോകണം. എന്റെ വാഹനം മാറ്റണം, ഞാൻ മയ്യിത്ത് കട്ടിലിൽ കയറണം, എന്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് പോകും, എന്റെ മോതിരം ഊരിപ്പോകും, എന്റെ വാച്ച് അഴിച്ചു വെച്ച് പോകും, എന്റെ സ്ത്രീകളെ നമ്മുടെ സ്വർണങ്ങളെല്ലാം ഊരിപ്പോകും, അലിക്കത്ത് മുറിച്ചു പോകും, അല്ല വസ്ത്രങ്ങളെല്ലാം ഊരിപ്പോകും. അതേ, നമ്മെ ഒരു വെള്ളപ്പുതപ്പും പുതപ്പിച്ച് കിടക്കുന്നൊരു സമയം വരും. ആ കിടക്കുന്ന കട്ടിലിന്റെ മേലെ ഉറുമ്പ് കയറാതിരിക്കാൻ കട്ടിലിന്റെ കാലിന് മണ്ണെണ്ണയിൽ മുക്കിയ തുണി ചുരുട്ടുന്നത് കണ്ടിട്ടില്ലേ? ഓ സുഹൃത്തുക്കളെ, ഇന്നലെ വൈകുന്നേരം വരെ എടുത്തു ചുംബിച്ച പേരക്കുട്ടിയുണ്ട്. ആ പേരക്കുട്ടി മരിച്ചു കിടക്കുന്ന ഉപ്പാപ്പയെ കാണാൻ, ഉമ്മാമയെ കാണാൻ ഓടി വരുമ്പോൾ ഇന്ന് രാവിലെയും ഇന്നലെ വൈകുന്നേരവുമൊക്കെ ചുംബിച്ച ആ മകൻ സമീപത്ത് വരുമ്പോൾ കാരണവന്മാര് കുട്ടിയെ പിടിച്ചു മാറ്റുന്നു. കുഞ്ഞൻ മയ്യിത്ത് കണ്ട് പേടിച്ചു പോകുമെന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് കേട്ടോ. മയ്യിത്ത് കട്ടിലിൽ കയറി ഒരു യാത്രയുണ്ട്. നേരത്തെ പ്രസവിച്ച ഉടനെ ഞാൻ സ്വന്തം കുളിച്ചവനല്ല, എന്നെ കൊണ്ടുപോയി കുളിപ്പിച്ചതായിരുന്നു. ഇതുപോലെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് അവസാനത്തെ യാത്രക്കൊന്നൊരുങ്ങാൻ സ്വന്തം കുളിക്കാൻ കഴിയില്ല. എന്നെ മറ്റുള്ളവർ കുളിപ്പിക്കുന്നൊരു സന്ദർഭം വരും, മറ്റുള്ളവർ എനിക്ക് തുണി പുതപ്പിക്കുന്നൊരു സന്ദർഭം വരും, എന്റെ മൂക്കിനും കണ്ണിനും തൊള്ളക്കുമൊക്കെ പരുത്തി വെക്കുന്നൊരു സന്ദർഭം വരും, എന്നെ അതാ എടുത്ത് കൊണ്ടുപോകുന്നൊരു സന്ദർഭം വരും. നേരത്തെ നല്ല കട്ടിലിന്റെ മേലെ AC റൂമിൽ കിടന്ന ഞാൻ, ഫാന് കറക്കിയ ഞാൻ വളരെ ഇടുങ്ങിയ ഖബറിലേക്ക് എന്റെ ശരീരം ഇറക്കി വെക്കും. അവരതാ സമീപത്തുള്ള ആളുകൾ രണ്ട് കൈയും കൂട്ടിയിട്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ പടച്ച റബ്ബാണ് നമ്മൾ, ഈ മണ്ണിലേക്ക് മടക്കുകയാണ് നിങ്ങളെ. വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. മറ്റൊരു സമയത്ത് നിങ്ങളെ ഈ മണ്ണിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും എന്നല്ലേ പറയുന്നത് ഖുർആൻ. ആയത്തോതിയിട്ട് ജനങ്ങൾ മണ്ണ് വാരിയിട്ട് തൽഖീൻ ചൊല്ലി തസ്ബീഹ് ചൊല്ലി സലാം പറഞ്ഞ് പിരിയുന്ന സമയം, ഈ പാവപ്പെട്ട എന്റെ ജീവിതത്തിൽ ഇനി എത്ര വർഷമുണ്ട്, എത്ര മാസമുണ്ട്, എത്ര ദിവസമുണ്ട്? അല്ല, ദിവസമുണ്ടോ മണിക്കൂർ മാത്രമാണോ? എനിക്കറിയില്ല, നമുക്കാർക്കും അറിയില്ല. ആ ദിവസം വരുന്നതിന് മുമ്പ് വൽതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് നന്നായി തയ്യാർ ചെയ്ത് വെക്കുന്നവൻ അവനാണ് ഭാഗ്യമുള്ളവൻ കേട്ടോ. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് മുന്തിച്ചു വെക്കുന്നവൻ അവനാണ് ഭാഗ്യമുള്ളവർ കേട്ടോ. അതുകൊണ്ട് നന്നായി ഇബാദത്ത് ചെയ്യുകയും അല്ലാഹു ഹറാമാക്കിയ മദ്യവും ലഹരിയുമായി ബന്ധപ്പെടാതെ, പലിശയുമായി ബന്ധപ്പെടാതെ, ഒരിക്കലും കുടുംബ ബന്ധം മുറിക്കാതെ, ഒരിക്കലും അയൽവാസിയുമായി പിണങ്ങാതെ, ഒരിക്കലും പ്രായമുള്ളവരെ അവഗണിക്കാതെ, ഒരിക്കലും കുട്ടികളോട് ക്രൂരത കാണിക്കാതെ, ഒരിക്കലും ഭാര്യമാരെ പീഡിപ്പിക്കാതെ, ആക്രമിക്കാതെ, ചീത്ത വിളിക്കാതെ, ഒരിക്കലും ഭർത്താവിനെ വഞ്ചിക്കാതെ, ഒരിക്കലും ഹറാമുകളിലേക്ക് വഴുതിപ്പോകാതെ, അതാ ശരിയായ തഖ്വയിലായി ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത്, അതിനൊരു ഭാഗ്യം ഈ പാവപ്പെട്ട എനിക്ക് കിട്ടാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ദുആ ചെയ്യണം, കാരണവന്മാര് ദുആ ചെയ്യണം. മുഅ്മിനീകൾ, മുതഅല്ലിമീകൾ, സയ്യിദന്മാര്, അലിമീകൾ എല്ലാവരും ആ ഒരു ഭാഗ്യം
ഭാഗ്യത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്.